പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുമ്പോഴും പകർച്ചവ്യാധി വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കാൻ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി അവരെ ഇതൊന്ന് പരിശോധിക്കാനുണ്ട്, റിസർച്ച് നടത്താൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഷിഗല്ലയുടെ മുഖ്യമായിട്ടുള്ള കാരണം ഈ വെള്ളത്തിൽ കൂടെ വരുന്ന ഒരു ബാക്ടീരിയയാണ്. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്തത് സുൽത്താൻ ബത്തേരിയിലെ നെന്മേനി LP സ്കൂളിലാണ്. അവിടെ ഞാൻ തന്നെ അവിടെ സ്ഥലത്ത് പോയി, ബഹുമാനപ്പെട്ട MLA IC ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കിണറിൽ മുഴുവൻ ബാക്ടീരിയ കലർന്നിരിക്കുന്നു. അതാണ് അവിടെ 21 കുട്ടികൾക്കാണ് ഇതും ബാധിച്ചത്. ഭാഗ്യവശാൽ ഒരു കുട്ടിക്കും മരണം സംഭവിച്ചില്ല. ഇങ്ങനെയുള്ള പല കേസുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് 3 ദിവസങ്ങളിലായിട്ട് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച വിദ്യാലയങ്ങൾ ഡ്രൈ ഡേ, ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾ, ഞായറാഴ്ച സ്വന്തം വീടുകൾ. അതായത് വീട്ടിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ ഈ ചെടിക്ക് നനയ്ക്കുമ്പോൾ ചില വെള്ളം ചിലപ്പോൾ അടിയിൽ കെട്ടിക്കിടക്കും, അത് നീക്കം ചെയ്യുക. അങ്ങനെയുള്ള അതുപോലെ കൊതുകിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. പക്ഷേ സാറിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മഴക്കാലത്ത് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അത് നേതൃത്വം കൊടുക്കേണ്ടതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നിയോജക മണ്ഡലങ്ങൾ MLA മാരും കോർപ്പറേഷൻ വാർഡുകളിലും പഞ്ചായത്തുകളിലൊക്കെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്.